Hi dear children, I hope that you understand the last class probability, and today we are going to discussing about the remaining part of our probability. നമ്മുടെ പ്രോബിലിറ്റിയുടെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, സോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ് സാധ്യത എന്നാണ് മലയാളത്തിൽ അല്ലെ. സോ വൈൽ ടോസിങ് എ കോയിൻ വൺ ടൈം ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ് 1/2 ആൻഡ് ദ സെയിം ടൈം ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടെയിൽ അല്ലെ ദാറ്റ് ആൾസോ 1/2 അല്ലെ. എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ ഔട്ട്കംസ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി പ്രോബിലിറ്റി ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ പി ഓഫ് ഇ പ്ലസ് പി ഓഫ് ഇ ഡാഷ് ഈക്വൽ ടു 1 അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു നടക്കാനുള്ള കാര്യം കൂടും നടക്കാതിരിക്കാനുള്ള കാര്യം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ദ സം ഈസ് 1 എന്നുള്ളത് പറഞ്ഞു അല്ലെ. ആൻഡ് ദ പ്രോബിലിറ്റി ലൈസ് ബിറ്റ്വീൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ ലെസ് ദാൻ ഈക്വൽ ടു 1 അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1ന്റെയും 0ന്റെയും ഇടയിലാണ് പ്രോബിലിറ്റി കിടക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് വി ക്യാൻ ഡിസ്കസ് വൺ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. പേജ് നമ്പർ 303 പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്നത്. എക്സാമ്പിൾ 8 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി 304 ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പേജ് നമ്പർ 304 വരുന്ന നോക്കാം. ഹർപ്രീത് ടോസസ് 2 ഡിഫറെന്റ് കോയിൻസ് സൈമൾട്ടേനിയസ്ലി അല്ലെ. ഒരുമിച്ച് എന്ത് ചെയ്യാണ്, 2 കോയിൻസ് ടോസ് ചെയ്യണം അല്ലെ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഷീ ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് എന്നാണ് നമ്മൾ നിലവിൽ പരിശോധിക്കുന്നത്. ഓക്കെ, സോ ഹിയർ you can see that in your what is the probability that she gets at least 1 head. ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയെന്ന് ചോദിക്കുന്നു അല്ലെ. 2 കോയിൻസ് സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് ടോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും ഔട്ട്കംസ്? HH രണ്ടും ഇങ്ങനെയാണ് കേട്ടോ. 2 കോയിൻസ് നിങ്ങൾ മനസ്സിൽ ശരിക്കും കാണുന്നു അല്ലെ. ദ പോസിബിൾ ഔട്ട്കംസ് പേജ് നമ്പർ 304 എക്സാമ്പിൾ 9 ആണ്. ഈ പ്രോബ്ലം നിങ്ങൾക്കൊന്ന് ടെക്സ്റ്റിൽ നോക്കാം കേട്ടോ. സോ നിങ്ങൾ നോക്കുക, 2 കോയിൻസ് പിടിച്ചിട്ട് നമ്മൾ മീൻസ് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹെഡ് കിട്ടും. നെക്സ്റ്റ് ഔട്ട്കം ഏതായിരിക്കും? ഹെഡ് ടെയിൽ ആയിരിക്കും. നെക്സ്റ്റ് വൺ ടെയിൽ ഹെഡ്, നെക്സ്റ്റ് വൺ ടെയിൽ ടെയിൽ. ഇത്ര പ്രോബബിലിറ്റി എന്നുള്ളത് കറക്റ്റ് അല്ല. അതായത് ഒന്നുകിൽ ഹെഡ് രണ്ടും ഹെഡ് ആവാം, അല്ലെങ്കിൽ വാട്ട് യു വിൽ ഗെറ്റ് ഹെഡ് ടെയിൽ കിട്ടും. നെക്സ്റ്റ് വൺ ടെയിൽ ഹെഡ് ലൈക്ക് ദാറ്റ് അല്ലെ. നെക്സ്റ്റ് വൺ ടെയിൽ ടെയിൽ അല്ലെ. 2 കോയിൻസ് പരസ്പരം നമ്മൾ ടോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 കേസുകളാണ് വരാനുള്ള സാധ്യത. വേറൊരു കേസും വരില്ല. ഒന്നുകിൽ 2 ഹെഡ് ആവാം, 2 ടെയിൽ ആവാം. നമ്മൾ ഈ കയ്യിൽ പിടിക്കുന്നത് ഹെഡ് ആവാം, ഇത് ടെയിൽ ആവാം, അല്ലെങ്കിൽ ഇതെന്താവാം ടെയിൽ ആവാം, ഇത് ഹെഡ് ആവാം അല്ലെ. ഇത്രയും കേസുകളാണ്. സോ 4 കേസാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഷീ ഗെറ്റ്സ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് അല്ലെ. ഇതിലൊരു ഹെഡ് കിട്ടുന്ന എത്ര സാധ്യത ഉള്ളത്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അറ്റ്ലീസ്റ്റ് 1 കിട്ടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അറ്റ്ലീസ്റ്റ് 1 ഹെഡ്, അറ്റ്ലീസ്റ്റ് 1 ഹെഡേലും കിട്ടണം. അപ്പൊ ഏതൊക്കെ വരാം? 1, 2, 3. ഈ 3 കേസിൽ എന്ത് വരും? ഹെഡ് കിട്ടും അല്ലെ. ഇനി ഈ കേസ് മാത്രമാണ് ഹെഡ് കിട്ടാത്തുള്ളൂ അല്ലെ. ബാക്കി 3 കേസ് എന്താണ്? ഹെഡ് കിട്ടുന്ന കേസാണ് അല്ലെ. സോ what you can write here, the outcomes favorable to the event E, at least 1 head are HH, HT and TH അല്ലെ. The outcomes favorable to the event E, the outcomes favorable to event E, at least 1 head. At least 1 head are H അല്ല HH അല്ല. ഏതൊക്കെ വരിക? അറ്റ്ലീസ്റ്റ് 1 head are HH, HT and TH അല്ലെ. ഇത്രയും കേസുകളാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് വരിക അല്ലെ. സോ ദ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ഈസ് 3 അല്ലെ. അതായത് നിങ്ങളെ നോട്ടില് നിങ്ങൾ എഴുതുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം നോക്കി എഴുതണം കേട്ടോ. പേജ് നമ്പർ 304
പ്രോബ്ലമാണ് പറയുന്നത്. എക്സാമ്പിൾ 9 ആണ് പറയുന്നത്. ഓക്കെ, സോ ദ നമ്പർ ഓഫ് ഔട്ട്കംസ് ഫേവറബിൾ ടു ഇ ഈസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് ഇ എന്തായിരിക്കും? ആരെങ്കിലും യു ക്യാൻ മെൻഷൻ ഹിയർ. മൊത്തം ഈ പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഒരു ഹെഡ് കിട്ടുന്ന എത്ര കേസാണിത്? 3 കേസ് ബൈ ഈ മൊത്തം എത്ര കേസാണ്? 1 2 3 4 അല്ലെ, 3 5 4. ഇതാണ് ഇതിന്റെ ആൻസർ അല്ലെ. അതായത് ഫേവറബിൾ കേസസ് ബൈ ടോട്ടൽ കേസസ്. നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇപ്പൊ ഇവിടെ 3 കേസുകളാണ് ഉള്ളത് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് അല്ലെ. ഇനി നിങ്ങൾക്കറിയാം അറ്റ്ലീസ്റ്റ് 1 ഹെഡ് കിട്ടുന്ന കേസ് 3/4 അല്ലെ. ഇനി അറ്റ്ലീസ്റ്റ് നോ ഹെഡ് ഒരു ഹെഡും കിട്ടാത്ത കേസ് എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ഒരു ഹെഡ് കിട്ടാത്ത കേസ് അല്ലെ. സോ പ്രോബിലിറ്റി ഓഫ് നോ ഹെഡ്, ഒരു ഹെഡും കിട്ടാത്ത കേസ് ഇവിടെ എത്ര ഉള്ളത്? ഇതിൽ ഹെഡ് ഉണ്ട്, ഇതിലുണ്ട്, ഇതിലൊരു ഹെഡും ഇല്ല. അപ്പൊ എത്ര കേസാണുള്ളത്? 1/4 അല്ലെ. ദാറ്റ് ഈസ് എ കേസ് ഈസ് 1/4 അല്ലെ. ദാറ്റ് ഈസ് എ കേസ് ഈസ് 1/4. ഇനി ശ്രദ്ധിക്കാം, അതിനെ പി ഓഫ് ഇ, ഹെഡ് കിട്ടുന്നതിനെ പി ഓഫ് ഇ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഹെഡ് ഒന്നും കിട്ടാത്തതിനെ പി ഓഫ് ഇ ബാർ റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ പി ഓഫ് ഇ എന്ന് പറഞ്ഞാൽ എന്താ? 3/4 പ്ലസ് 1/4. 3 plus 1/4 equal to 4/4 equal to 1 അല്ലെ. That is the total probability is 1. Total probability എത്ര വരുന്നത്? 1 ആണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് ഇനി വേറൊരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. മെനി എക്സസൈസ് പ്രോബ്ലംസ് ആണ്. ഒരുപാട് എക്സസൈസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് in your textbook page number 306 എക്സാമ്പിൾ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പറയുമ്പോൾ നിങ്ങളത് യു ക്യാൻ കീപ് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൾസോ എലോങ് വിത്ത് യുവർ യൂട്യൂബ് വീഡിയോ. നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നിങ്ങളുടെ കൂടെ വെക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന പ്രോബ്ലംസ് നിങ്ങൾക്ക് ആ സമയത്ത് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ 13 ആണ് പറയുന്നത് കേട്ടോ. 2 dice, 1 blue and 1 grey are thrown at the same time. 2 ഡൈസ് ടോസ് ചെയ്യാണ്. ഒന്ന് ഗ്രേ ആണ്, ഒന്ന് ബ്ലൂ ആണ് അല്ലെ. ആർ thrown at the same time. Write down all the possible outcomes അല്ലെ. എല്ലാ പോസിബിൾ ഔട്ട്കംസ് നിങ്ങൾ എഴുതണം. What is the probability that the sum of the two numbers appearing on the top of the dice is 8, 13, less than or equal to 20, 12? അല്ലെ. അതായത് 2 dice, 1 blue and 1 grey are thrown at the same time. Write down all possible outcomes. എല്ലാ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസുമാണ് നിങ്ങൾ എഴുതേണ്ടത്. What is the probability that the sum of two numbers appearing on the top of the dice is? അല്ലെ. അതായത് 2 നമ്പറിന്റെയും സം എന്തായിരിക്കണം എന്നാ പറഞ്ഞത്? 8 ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ പേജ് നമ്പർ 307 നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ഔട്ട്കംസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 ഡൈസ് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ എല്ലാം ഞാൻ ഇവിടെ എഴുതുന്നില്ല കേട്ടോ, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമ്മൾ 2 ഡൈസ് കൈ പിടിച്ചു. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് നമുക്ക് ഒരേ സൈമൾട്ടേനിയസിലാണ് ആണെങ്കിൽ മേ ബി 1-1 അല്ലെ. ഡൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, പാമ്പും കോണിയും കളിക്കുന്ന സമയത്തുള്ള ആ ഒരു ക്യൂബിന്റെ ഷേപ്പിലെ നമ്മൾ ഡൈസ് എന്ന് പറയും അല്ലെ. സോ 1-1 അല്ലെങ്കിൽ എന്തായിരിക്കാം 1-2 അല്ലെങ്കിൽ 1-3 അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 1-4, 1-5, 1-6 അല്ലെ. അല്ലെങ്കിൽ 2-1, 2-2 അങ്ങനെ വരും അല്ലെ. നമ്മളിങ്ങനെ ടോസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ലാസ്റ്റ് നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരും? യെസ്, ഫൈനലി 6-1, 6-2, 6-3, 6-4, 6-5, 6-6. ഇതിൽ ഏതൊക്കെ ഔട്ട്കംസ്? മൊത്തം എത്ര ഔട്ട്കംസ് ഉണ്ട്? യെസ്, യു ക്യാൻ ഫൈൻഡ് അറ്റ് 36. മൊത്തം 36 ആണ് വരിക അല്ലെ. നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 6 into 6 36. ഓക്കെ, പേജ് നമ്പർ 307 ഈ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതിൽ വേണ്ടത് മാത്രം ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ്? Yes, what is the probability that the sum of the two numbers appearing on the top of the dice is 8? ഇത് 2 നമ്പേഴ്സിന്റെ സമ്മ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കണം?
8 ആയിരിക്കണം. അങ്ങനെയുള്ള കേസുകൾ ഏതൊക്കെ വരുന്ന ചോദിക്കണം. നമ്മൾ നോക്കി നോക്കാം ഏതൊക്കെയാണ് കേസുകൾ, ഏതൊക്കെയാണ് വരിക പറയാൻ പറ്റും. ഏതൊക്കെയായിരിക്കും സമ്മ് 8 വരിക? യെസ്, ദ ഔട്ട്കംസ് ഫേവറബിൾ ടു ദ ഇവന്റ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് 8 ഡിനോട്ടഡ് ബൈ ഇ. ഈ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഇത് നോട്ടിലേക്ക് എഴുതുമ്പോൾ അതൊക്കെ എഴുതണം കേട്ടോ. നോട്ടിലേക്ക് നിങ്ങൾ എഴുതുമ്പോൾ അതൊക്കെ എഴുതണം കേട്ടോ. സോ ദ ഔട്ട്കംസ് ഫേവറബിൾ ടു ദ ഇവന്റ് ദ സം ഓഫ് ദ ടു നമ്പേഴ്സ് ഈസ് 8 ഡിനോട്ടഡ് ബൈ ഇ ആർ. ഏതൊക്കെയാണ് വരിക പറയാൻ പറ്റുമോ? 2, 6, 2 ഉം 6. നിങ്ങൾ നോക്കി നോക്ക്, 2 ഉം 6 കൂട്ടിയാൽ എന്ത് വരും? 2 + 6 8 വരും. അതേപോലെ തന്നെ 3 ഉം 5 ഉം 8 വരും അല്ലെ. 3 ഉം 5 ഉം കൂട്ടിയാൽ എന്ത് കിട്ടും? 8 കിട്ടും അല്ലെ. നെക്സ്റ്റ് വൺ ഏതാ വരിക? 4 ഉം 4 ഉം കൂട്ടിയാൽ എന്ത് വരും? നെക്സ്റ്റ് വൺ ഏതാ? ഇതൊക്കെ നേരെ തിരിച്ചിടും ചെയ്യണം അല്ലെ. നെക്സ്റ്റ് വൺ 5, 3. നെക്സ്റ്റ് വൺ 6, 2. വേറെ നമ്പേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ, വേറെ ഏതെങ്കിലും കേസുകൾ വരുന്നുണ്ടോ? വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് കേസുകളായിട്ട് കിട്ടുന്നുണ്ടോ? ഇവിടെ ഞാൻ എന്തെഴുതി? 4, 4 എഴുതി. ഇനി നിങ്ങൾ തിരിച്ച് വീണ്ടും അത് എഴുതരുത് കേട്ടോ. കാരണം സെയിം നമ്പർ അല്ലേ വരുന്നത് അല്ലെ. സോ 2 + 6 8, 3 + 5 8, 4 + 4 8, 5 + 3. യു ക്യാൻ സീ ദാറ്റ് അല്ലെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് മൊത്തം 36 കേസാണ്. ആ 36 കേസിൽ മൊത്തം സമ്മ്, അതായത് ടോപ്പ് രണ്ടിന്റെയും ഇങ്ങനെ ടോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് എന്ത് വന്നു? സപ്പോസ് ഒരു ഭാഗത്ത് 2 വന്നു ഡൈയുടെ മുകളിൽ, മറ്റേ ഭാഗത്ത് 6 വന്നു. രണ്ടും കൂട്ടി കഴിഞ്ഞാൽ എന്ത് വരും? 8 വരും അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന എത്ര കേസുകളുള്ളത്? സമ്മ 8 കിട്ടുന്ന 1, 2, 3, 4, 5 5 കേസാണുള്ളത് അല്ലെ. സോ therefore the number of outcomes favorable to E, therefore the number of outcomes favorable to E is 5. 5 കേസാണുള്ളത് അല്ലെ. സോ P of E equal to 5/36 അല്ലേ വരിക? ഫേവറബിൾ ടു ഇ. നെക്സ്റ്റ് വൺ യു ക്യാൻ സീ ദാറ്റ് ഇൻ ഫിഗർ. അപ്പൊ നിങ്ങൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ പോലെ തന്നെ മൊത്തം എല്ലാ ഔട്ട്കംസ് നിങ്ങൾ എഴുതണം. എങ്കിലാണ് ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റുള്ളൂ. There is no outcomes favorable to the event F. The sum of two numbers is 13. അല്ലെ, അതായത് നമ്പേഴ്സിന്റെ സമ്മ് 13 കിട്ടുന്ന ഔട്ട്കംസ് ഉണ്ടോ നോക്കി നോക്ക് നിങ്ങള്. ഇവിടെ വരുന്ന ലാസ്റ്റ് ഔട്ട്കം ഏതായിരിക്കും? 6, 6 ആണ് അല്ലെ. രണ്ടിനെയും സമ്മ് നമുക്ക് ഒരിക്കലും എന്തില്ല 13 കിട്ടില്ല. കാരണം മാക്സിമം വരുന്ന രണ്ട് നമ്പേഴ്സ് 6 ഉം 6 ഉം ആണ് അല്ലെ. 6 ഉം 6 ഉം കൂട്ടി അത്ര 6 ഫേസല്ലുള്ളത്. അപ്പൊ ഒരു ഭാഗത്ത് 1, ഒരു ഭാഗത്ത് 2 അങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. ഒരിക്കലും എന്തില്ല 13 ഒരിക്കലും കിട്ടില്ല. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? യെസ്, അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു there is no outcomes favorable to the event E. The sum of two numbers is 13 അല്ലെ. there is no, ഇത് സെക്കൻഡ് ആണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. favorable to E, that is sum is 13 അല്ലെ. that is sum 13 ആയി കിട്ടുന്ന ഒരു കേസും ഇല്ല. അത് 0 കേസാണ്. 0/36 = 0 അല്ലെ. ഒരിക്കലും എന്തില്ല സമ്മ് രണ്ടിന്റെയും കൂടിയും 13 ആയി കിട്ടുന്ന ഒരു കേസുകൾ വരുന്നില്ല അല്ലെ. നെക്സ്റ്റ് അതിൽ തേർഡ് ഇതായിരുന്നു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 അല്ലെ. ഒന്നെങ്കിൽ എന്തായിരിക്കണം 12 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം ലെസ് ദാൻ 12 ആയിരിക്കണം അല്ലെ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ പ്രോബിലിറ്റി എത്ര പറയാൻ പറ്റുമോ? ഒന്നെങ്കിൽ എന്തായിരിക്കണം 12 ആയിരിക്കണം, അല്ലെങ്കിൽ ലെസ് ദാൻ. നിങ്ങൾക്കറിയാം ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ 6, 5, 6, 6. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക 1, 1, 1, 2 ഇങ്ങനെയാണ് പട്ടിക പോകുന്നത് അല്ലെ, ടേബിൾ പോകുന്നത്. യു ക്യാൻ സീ ദാറ്റ് ഹിയർ 36 മൊത്തം 1, 2, 3, 4 അങ്ങനെ എണ്ണി കഴിഞ്ഞാൽ മൊത്തം 36 ആണുള്ളത്. ഈ 36 ഔട്ട്കംസിൽ എല്ലാറ്റിന്റെയും ഫേസിന്റെ മുകളിൽ നിങ്ങൾ 1, 2 1 കൂട്ടിയ 2 ലെസ് ദാൻ 12 ആണ്. 1 ഉം 2 ഉം കൂടെ നമ്മൾ ആഡ് ചെയ്തു 3 ആണ്, ലെസ് ദാൻ 12 ആണ്. ലാസ്റ്റ് വന്ന് 6 + 5 11 ലെസ് ദാൻ 12 ആണ്. ലെസ് ദാൻ ഒരു ഈക്വൽ ആയാലും കുഴപ്പമില്ല. 6
പ്ലസ് 6 ഈക്വൽ ടു 12 ആണ്. 12 ആയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഏത് കേസ് വന്നു കഴിഞ്ഞാലും ഇവിടുത്തെ ഈ കാര്യം സാറ്റിസ്ഫൈ ചെയ്തില്ലേ? ഇതൊക്കെ ഫേവറബിൾ കേസുകളാണല്ലോ അല്ലെ? ഇതെല്ലാം തന്നെ ഫേവറബിൾ കേസാണ് അല്ലെ? സോ യു ക്യാൻ സീ ദാറ്റ് ആൾ ദ ഔട്ട്കംസ് ആർ ഫേവറബിൾ ടു ദ ഇവന്റ് ജി സം ഓഫ് ടു നമ്പേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 അല്ലെ? ദാറ്റ് ഈസ് പി ഓഫ് ജി ഈക്വൽ ടു ജി എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ടെക്സ്റ്റിൽ നോക്കി നിങ്ങൾ അതിന്റെ പ്രോബ്ലം നിങ്ങൾ ആൻസർ ശരിക്കും എഴുതണം. ഈക്വൽ ടു 36. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കോൺടാക്ട് ചെയ്യണം കേട്ടോ. 36 അല്ലെ? മൊത്തം 36 കേസുകൾ വരും. ആ 36 കേസിനും എന്താണ്? ഒന്നുകിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ആണ്. 12 ആവണത് ഓൺലി വൺ കേസ് ഇസ് ഹിയർ അല്ലെ? അതൊക്കെ ഓൾ കേസസ് ആർ ലെസ് ദാൻ ആണ്. സോ 36 മൊത്തം 36 കേസ് സാറ്റിസ്ഫൈഡ് ആവും ബൈ ടോട്ടൽ കേസസ്. 36 ബൈ 36 ഈക്വൽ ടു 1 വരും. ഓക്കെ, ദാറ്റ് ഈസ് നിലവിൽ എന്ത് വരും? ആൻസർ എന്താ വരിക? 1 ആണ് വരും. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് കോൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് പ്രോബ്ലംസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എക്സസൈസ് 15.1 കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രോബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് ഇ 1 ആണ് ആൻസർ അല്ലെ? നിങ്ങൾക്കറിയാലോ, അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഓക്കെ, എക്സസൈസ് പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് വൺ, അതിൽ സെക്കൻഡ് പ്രോബ്ലം, ദ പ്രോബിലിറ്റി ഓഫ് എൻ ഇവന്റ് ദാറ്റ് കനോട്ട് ഹാപ്പൻ ഈസ് സച്ച് എൻ ഇവന്റ് ഈസ് കാൾഡ് അല്ലെ? ഒരിക്കലും സംഭവിക്കാത്ത ഇവന്റിന് എന്താണ് പ്രോബിലിറ്റി? എന്താണ്? 0 ആണ് വരിക അല്ലെ? യെസ്. ഓക്കെ, സോ 0 വരും. ഇമ്പോസിബിൾ ഇവന്റ് എന്നാണ് അതിന് പറയാം കേട്ടോ. ഇനി അതിലെ തേർഡ് ക്വസ്റ്റ്യൻ എക്സസൈസ് 15.1 ഒന്നില് തേർഡ് കേട്ടോ. The probability of an event that is certain to happen is dash. Such an event is called. അതിന് നമ്മൾ എന്താ പറയുക? The probability of event that is such certain happens is 1. Such an event is called sure event. തീർച്ചയായിട്ടും സംഭവിക്കുന്ന ഇവന്റ് എന്നാണ് പറയാം. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഞാനത് ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം. അതേപോലെ തന്നെ അതില് ഫോർത്ത് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കനോട്ട് ബി എ പ്രോബിലിറ്റി ഓഫ് എൻ ഇവന്റ്. ഒരിക്കലും എന്തില്ല, ഫോർത്ത് വൺ നാലാമത്തേന് കേട്ടോ. ഒരിക്കലും നെഗറ്റീവ് ഒരിക്കലും എന്തില്ല, ഒരു നെഗറ്റീവ് എന്താവില്ല? യെസ്, പ്രോബിലിറ്റി വരില്ല കേട്ടോ. സോ യു കനോട്ട് ബി ലെസ് ദാൻ 0 ആൻഡ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? അപ്പോൾ എന്തായില്ല, ഒരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അത് സോ ഓപ്ഷൻ ബി ആണ്. ഇനി പ്രോബിലിറ്റി ഓഫ് ഇ ഈക്വൽ ടു 0.05. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, 5th വൺ. ഇഫ് പി ഓഫ് ഇ ഈക്വൽ ടു 0.05, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ? നോട്ട് ഇ സംഭവിക്കാണ്ടിരിക്കാനുള്ള പ്രോബിലിറ്റി. എങ്ങനെയാണ് പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ കാണുക? നിങ്ങൾക്കറിയാം, പി ഓഫ് ഇ പ്ലസ് പി ഓഫ് നോട്ട് ഇ ഈക്വൽ ടു 1 ആണ്. 1 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എന്ത് വരും? പി ഓഫ് നോട്ട് ഇ 1 മൈനസ് പി ഓഫ് ഇ ഈക്വൽ ടു 1 മൈനസ് 0.05. അങ്ങനെ വരിക. 1 മൈനസ് 0.05 എന്ന് പറഞ്ഞാൽ 0.95 അല്ലെ? അപ്പൊ സംഭവിക്കാണ്ടിരിക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? 0.05. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതിലെ 7th പ്രോബ്ലം നോക്കുക നിങ്ങൾ. It is the same method, and it is given that in a group of 3 students, the probability of 2 students not having the same birthday is 0.992. What is the probability that the 2 students have the same birthday? അല്ലെ? അതായത് it is given that in a group of 3 students, 3 കുട്ടികൾ അല്ലെ? Given that in a group of 3 students, the probability of 2 students not having the same birthday അല്ലെ? അതായത് 2 കുട്ടികൾക്ക് നോട്ട് ഹാവിംഗ് ദ സെയിം ബർത്ത്ഡേ, ഒരേ ദിവസം ബർത്ത്ഡേ വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? 0.992 ആണ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ 2 സ്റ്റുഡൻസ് ഹാവ് ദ സെയിം ബർത്ത്ഡേ? സെയിം ബർത്ത്ഡേ ആവാനുള്ള പ്രോബിലിറ്റി അല്ലെ? മറ്റേത് ആവാതിരിക്കാനുള്ളതാണ്, ഇത് ആവാനുള്ള പ്രോബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 1 മൈനസ് എന്ത് വരും? 0.992. ദ ആൻസർ 0.008 എന്നാണ് വരിക. ഈ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ 8th വൺ, എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് balls and 5 black balls. ഓക്കെ,
A ball is drawn at random from a bag. What is the probability that the ball drawn is 1 red and 2 not red? എങ്ങനെ ചെയ്യത്? A bag contains 3 red balls. 3 red balls-ഉം അതേപോലെ തന്നെ 5 ബ്ലാക്ക് balls-ഉം ആണ്. എത്രയുള്ളത്? 5 ബ്ലാക്ക് balls. A ball is drawn at random from a bag. What is the probability that the ball is drawn? Yes. റെഡ്. ഇത് CBSE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ ബോൾ ഡ്രോൺ 1 ഈസ് റെഡ് അല്ലെ? യെസ്. പ്രോബിലിറ്റി ഓഫ് റെഡ് നമ്പർ ഓഫ് റെഡ് ബോൾസ് എത്രയാണ്? 3 ആണ് വരുന്നത് അല്ലെ? നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എത്ര വരുന്നത്? 5 ആണ് വരുന്നത്. സോ ടോട്ടൽ കേസ് എത്ര വരിക? ടോട്ടൽ കേസസ് നമ്പർ ഓഫ് റെഡ് ബോൾസ് 3. Number of black balls equal to 5. Total balls 8. ഇനി probability of red ball എന്താ വരിക? 3/8 അല്ലെ? മൊത്തം 3 കേസാണുള്ളത്. 8-ൽ 3 കേസ്. ഇനി പ്രോബിലിറ്റി ഓഫ് നോട്ട് റെഡ് അല്ലെ? നോട്ട് റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്ക് ബാൾ അല്ലേ വരിക? ദാറ്റ് ഈസ് എന്ത് വരും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 മൈനസ് 3/8 ഈക്വൽ ടു 1 into 8 8 മൈനസ് 3/8 ഈക്വൽ ടു 5/8. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ചെയ്യാം. പ്രോബിലിറ്റി ഓഫ് നോട്ട് റെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാക്ക് ബോൾ വരാനുള്ളതല്ലേ? എത്ര ബ്ലാക്ക് ബോൾ ആണുള്ളത്? 5 ടോട്ടൽ കേസ് 8. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് സബ്ട്രാക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. സോ ഇങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നിങ്ങളത് ഹോംവർക്കായിട്ട് ബാക്കിയുള്ള പ്രോബ്ലംസ് ചെയ്യണം. എക്സസൈസ് 15.1-ലെ എല്ലാ പ്രോബ്ലംസും തന്നെ നിങ്ങൾ ഹോംവർക്കായിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടുന്ന പ്രോബ്ലംസ് ആണ്. വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല. 18th പ്രോബ്ലം ഒക്കെ എ ബോക്സ് കണ്ടെയ്ൻസ് 90 discs which are numbered from 1 to 90. If one disc is drawn at random from the box, find the probability that it bears a 2D number, a perfect square number, a number divisible by 5. എന്താണ് ഇതിന്റെ ക്വസ്റ്റ്യൻ? എന്താണ്? 90 ഡിസ്ക്സ് ഉണ്ട് അല്ലെ? ടോട്ടൽ നമ്പർ ഓഫ് ഡിസ്ക് 90 ആണ്. പ്രോബിലിറ്റി ഓഫ് എ 2D നമ്പർ എന്ത് വരും? എന്താ വരിക? 1 to 90. ഈ 1 ഡിസ്ക് ഈസ് ഡ്രോൺ അറ്റ് എ 2D നമ്പർ എന്തായിരിക്കും? 81/90 ആണ് വരിക അല്ലെ? ഒരു പ്രോബിലിറ്റി, അതായത് മൊത്തം ഉള്ളത് എത്ര ബോൾസ് ആണുള്ളത്, എത്ര നമ്പേഴ്സ് ആണ് ഉണ്ടാവുക? മൊത്തം 90 വരെ ഉണ്ടാവുക. അപ്പോൾ 1 മുതൽ 9 വരെ ഒരിക്കലും വരില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 90 മൈനസ് 9 ആണ് അല്ലെ? ഈ 9 വരെയുള്ള 1D ആവും. അപ്പൊ 81 നമ്പേഴ്സ് ആണ് ഉള്ളത്, 2D ഉള്ളത് അല്ലെ? അപ്പൊ 81/90 അല്ലെ? പിന്നെ അതേപോലെ തന്നെ ഈ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഏതൊക്കെയാണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് അണ്ടർ 90 1 4 അല്ലെ? അതായത് സ്ക്വയർ നമ്പേഴ്സ് നോക്കിയാൽ മതി. 1 4 9 അല്ലെ? നെക്സ്റ്റ് 1 ഏതാ വരുന്നത്? യെസ് 16 ലൈക്ക് ദാറ്റ് അല്ലെ? അപ്പോൾ എത്ര നമ്പേഴ്സ് ആണ് ഉള്ളത്? 1 2 3 4 5 6 7 8 9 നമ്പേഴ്സ്. 9/90 അതിനെ വെട്ടി ചെയ്താക്കിയ 1/10 വരും. ഇനി നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 5. 5 കൊണ്ട് ഡിവിസിബിൾ ആവുക എന്ന് പറഞ്ഞാൽ 5ന്റെ മൾട്ടിപ്പിൾസ് 5 10 15 അങ്ങനെ 90 വരെ ഉള്ള നമ്പേഴ്സ് ആണ് അല്ലെ? 90 കൂടി ഇൻക്ലൂഡിങ് ആണ് കേട്ടോ. അത് 18 നമ്പേഴ്സ് ആണ്. 18/90 ഈക്വൽ ടു 1/5. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം. എങ്ങനെയാണ് ഇതിന്റെ പ്രോബിലിറ്റി വരും എന്നുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദിസ് സെഷൻ. എല്ലാ പ്രോബ്ലംസ് നമ്മൾ ഇത് നോക്കണം. ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ, സംശയമുണ്ട്, നോട്ട്സിന് അയച്ചില്ല, സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കണം, ഞാനത് ക്ലാരിഫൈ ചെയ്തുതരാം. ഓക്കെ.